ഉർവശി ശാപം ഉപകാരമായെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേ കാര്യമാണ് ഇപ്പം അനീഷിന് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും വെറുപ്പിച്ച് 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 ആ ഒരു വീട്ടിൽ എല്ലാവരും അനീഷിനെ വെറുത്തു. ആ ഒരു ഉപകാരം ഇപ്പം അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. അതായത് സീസൺ 7 ആദ്യ ക്യാപ്റ്റൻ നമ്മുടെ അനീഷാണ്. എങ്ങനെയെന്ന് അറിയണ്ടേ? ടാസ്ക് വായിച്ചതില്ല വീഴ്ചയാണ്. എല്ലാവരും വിചാരിച്ചു ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം മുഖത്ത് വരുന്ന ആൾ ഈ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് യോഗ്യനല്ല എന്ന രീതിയിലാണെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ അങ്ങനല്ല. ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം ആരെ മുഖത്ത് തേക്കപ്പെടുന്നോ അവരാണ് ഈ ഒരു ക്യാപ്റ്റനായി മാറുന്നത്. അതൊരു വല്ലാത്ത ട്വിസ്റ്റായിപ്പോയി. എല്ലാവരും ഷോക്കായിപ്പോയി. എങ്ങനെയെന്നറിയണ്ടേ? അതായത് നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് ഒരാൾ വരണം, ലെറ്റർ വായിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ അപ്പാന് ശരത്താണ് പോയത്. ആൾ പോയി വായിച്ചു. ബിഗ് ബോസ് കൊടുത്തതെല്ലാം മനസ്സിലായെന്നും പറഞ്ഞ് ഇവിടെ വന്നു എല്ലാവർക്കും ഒക്കെ വായിച്ചാൽ കൊടുത്തു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. എങ്ങനെ ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം മുഖത്ത് വരുന്ന ആൾ ഈ ഒരു ബിഗ് ബോസ് ഫസ്റ്റ് ക്യാപ്റ്റനിലേക്ക് വരാൻ യോഗ്യനല്ല എന്ന രീതിയിലാണ് ഇവർ വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻസിലേക്ക് ആദ്യം ഞെറുക്കെടുക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് ഏറ്റവും ഈ ഷേവിംഗ് ക്രീം വരാത്ത ആളുകൾ 3 പേര് വരും. അതിൽ നിന്ന് മത്സരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ കളി അവിടെ തിരിഞ്ഞു. ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം എല്ലാവരും വെച്ച് തേച്ച് കൊടുത്തു. ആർക്ക്? അനീഷ് ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 8-9 പേര് നമ്മുടെ അനീഷിനാണ് ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം തേച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ രേണുവിനാണ് തോന്നുന്നു സെക്കൻഡ് കിട്ടിയിരിക്കുന്നതാണ് എനിക്കൊരു തോന്നൽ. എന്തായാലും ഇപ്പോൾ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് നമ്മുടെ അനീഷാണ്. ഭയങ്കര ഒരു ട്വിസ്റ്റായിപ്പോയി. ഇതൊരു 7ൻ്റെ പണിയാണെന്നാണ് നമ്മുടെ ബിഗ് ബോസ് തന്നെ പറയുന്നത്. അതുപോലത്തെ ഒരു ട്വിസ്റ്റായിപ്പോയി. അതായത് ആ വീടിനകത്തുള്ള ബഹുഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ആഗ്രഹിച്ചിരുന്നത് ഈ പറഞ്ഞ അനീഷ് ക്യാപ്റ്റൻസിയിലേക്ക് വരരുത് എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ വളരെയധികം ട്വിസ്റ്റ് അവിടെ ഉണ്ടായി. ബിഗ് ബോസ് ചോദിക്കുന്നു, നിങ്ങൾ ഇത് മൊത്തത്തിൽ നല്ല വായിച്ചോ? ഇത് ബിഗ് ബോസ് ആണ്, ബിഗ് ബോസ് സീസൺ 7 ആണ്, ഇത് 7ൻ്റെ പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ട്വിസ്റ്റ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോയി. അനീഷിന് പോലും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ആദ്യ ക്യാപ്റ്റൻ അനീഷാണ്. അതുപോലെ തന്നെ കിച്ചൺ, ഫ്ലോറ്, വെസൽ, ബാത്റൂം ഈ ഏരിയയിലേക്കുള്ള ക്ലീനിങ് സെക്ഷനിലേക്കും അല്ലെങ്കിൽ കിച്ചണിലേക്കുള്ള ആളുകളെയൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കേട്ടോ. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അനീഷ്, കിച്ചണിൽ മുൻഷി രഞ്ജിത്ത്, ഒണിയൻ സാബു, അതുപോലെ തന്നെ നമ്മുടെ ബിന്നി, കലാഭവൻ, സരിക, ഇവർ 4 പേരുമാണ് കിച്ചണിലേക്കാണോ വന്നിരിക്കുന്നത്, കിച്ചൺ പാചകം ചെയ്യുന്നതായിട്ട്. അതിനുശേഷം ഫ്ലോറിലേക്ക് അനുമോൾ, രേണു സുധി, ആദില നൂറ, അതുപോലെ തന്നെ നമ്മുടെ ഗസിൽ, ഇവർ ഇത്രയും പേരാണ് ഈ ഒരു ഫ്ലോർ ക്ലീനിലേക്ക് വന്നിരിക്കുന്നത്. വെസലിലേക്ക് നമ്മുടെ അഭിലാഷ്, ഷാനവാസ്, സരിക, ബിൻസി, അതുപോലെ തന്നെ നമ്മുടെ ശൈത്യ, ഇവർ ഇത്രയും പേരാണ് വെസലിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂം ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ആര്യൻ, അക്ബർ, നിവീൻ, ശരത്ത്, രണ, ഇത്രയും പേരാണ് ബാത്റൂം ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞു. ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു. 4 ടീമിനെയും തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്ന അറിയത്തില്ല. കാര്യം ആർക്കും ഇഷ്ടപ്പെടാതെയാണ് നമ്മുടെ അനീഷ് കയറിയിരിക്കുന്നത്. വല്ലാത്തൊരു ട്വിസ്റ്റായിപ്പോയി. നമുക്ക് നോക്കാം ഇനി എന്താ നടക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അനീഷ് ക്യാപ്റ്റനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.